ഹലോ കൂട്ടുകാരെ, നമുക്ക് കേസരി ഉണ്ടാക്കിയാലോ? വെറും കേസരി അല്ല കേട്ടോ, പൈനാപ്പിൾ കേസരി ഉണ്ടാക്കാം കേട്ടോ. ഉണ്ണിമോൻ്റെ കൈ ഒടിഞ്ഞത് കാണാൻ വന്നപ്പോൾ എൻ്റെ ആങ്ങളെ കൊണ്ടുവന്നതാണ് കേട്ടോ പൈനാപ്പിള്. അപ്പോൾ അത് കണ്ടപ്പോൾ എന്താ ഉണ്ടാക്കാന്ന് ആലോചിച്ചപ്പോൾ വിചാരിച്ചു കേസരി ഉണ്ടാക്കാമെന്ന്. അതിന് വേണ്ടിയിട്ട് നെയ്യ് ഇത്തിരി ചട്ടിയിൽ ഒഴിച്ചിട്ട് നന്നായി റവ ചൂടാക്കുക. എന്നിട്ട് ഒരു പാത്രത്തിലേക്ക് അത് മാറ്റി വെക്കുക. ശേഷം അരിഞ്ഞു വെച്ച പൈനാപ്പിള് ചട്ടിയിൽ നെയ്യ് ഒഴിച്ചിട്ട് അത് നന്നായി വാട്ടിയിട്ട് അതിലേക്ക് കുറച്ച് പഞ്ചസാര ഇട്ടിട്ട് വെള്ളം ഒഴിച്ചിട്ട് വേവിക്കാൻ വയ്ക്കുക. എന്നിട്ട് ഏകദേശം വെന്ത് വരുന്നതോട് കൂടി ഈ റവ അതിൽക്കിടുക. രുചിക്കും മണത്തിനും കൂടി കുറച്ച് ഏലക്കായ പൊടിച്ചതും ചേർക്കാൻ മറക്കരുത് കേട്ടോ. നമ്മൾ എത്ര നെയ്യ് ചേർക്കണോ അതിനനുസരിച്ചിരിക്കും കേസരിയുടെ രുചി കേട്ടോ. ചട്ടിയിൽ നിന്ന് വിട്ട് പോരുന്ന വരെ അത് നമ്മൾ വേവിക്കണം കേട്ടോ ഈ റവ ഇട്ടിട്ട്. ഈ കേസരി നമുക്ക് പൈനാപ്പിൾ ഇല്ലാണ്ട് സാധാ റവ കേസരി മാത്രമായിട്ട് ഉണ്ടാക്കാം കേട്ടോ. അവസാനം അണ്ടിപ്പരിപ്പും മുന്തിരിയും വറുത്തിട്ട് കഴിഞ്ഞാൽ നല്ല ടേസ്റ്റുള്ള റവ കേസരി തയ്യാറാവും. ഇടയ്ക്കിടയ്ക്ക് പൈനാപ്പിൾ കടിക്കുമ്പോൾ നല്ല ടേസ്റ്റാണ് കേട്ടോ ഈ കേസരിക്ക് ഉണ്ടാവുക.